അതിനേക്കാൾ വലുതെന്താണ് ഒരു സോഷ്യലിസ്റ്റ് സന്ദേശം? നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും സമന്മാരാണ് എന്ന സന്ദേശം ഈ ലോകത്ത് ആദ്യം നൽകിയത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സൂറ അൽ ബഖറയെ കുറിച്ചും സൂറ അന്നസിനെ കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ അതൊന്നും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരുവന്റെ ആത്മാവിന് താങ്ങാവുന്ന ഭാരം മാത്രമേ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. അളവിലും തൂക്കത്തിലും വേതനത്തിലും നീതി പുലർത്തണം. പിന്നീട് പ്രവാചകൻ അതിനെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒരുവൻ അധ്വാനിച്ചു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന് വേതനം കൊടുക്കണമെന്ന്. എല്ലാ തൊഴിലും മഹത്തരമാണ്. അധ്വാനത്തിലൂടെ കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്വാദിഷ്ടമായത്. പിന്നീടാണ് തൊഴിൽ നിയമങ്ങളൊക്കെ വന്നത്. പിന്നീട് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത്. നിങ്ങൾ മിനിമം വേജസ് കൊടുക്കണം എന്ന് നിയമമുണ്ടായത്, ബോണസ് ആക്ട് ഉണ്ടായത്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ടായത്. ആദ്യം പറയാണിത്. വേതനം, ദൈർഘ്യം, ജോലിയുടെ ദൈർഘ്യം, അവന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സമയം അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത്. അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം കൊടുക്കണം. അവൻ ചെയ്ത ജോലിയുടെ പണം കൊടുക്കണം. അധ്വാനം, ഈ തൊഴിൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത്. എല്ലാ തൊഴിലും മികച്ചതാണ്. ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ ഇതെല്ലാം പുരോഗമന ആശയങ്ങളല്ലേ? ഇതൊക്കെ ഒരു പുരോഗമന ആശയങ്ങൾ, വിപ്ലവകരമായ വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിയമങ്ങളായത്. അതിനു മുൻപേ ഇതെല്ലാം നിയമങ്ങൾ ഇതായി. മതത്തെക്കുറിച്ച് പറഞ്ഞു ചെയർമാൻ, അപ്പോഴാണ് ഓർത്തത്. മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒരാളുടെ മീതെയും ഒരു സമ്മർദ്ദവും ചെലുത്തരുത് എന്ന് ഖുർആൻ പറയുന്നു. ഒരു സമ്മർദ്ദവും ചെലുത്തരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് പരസ്പരം ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇതിനേക്കാൾ വലിയ സന്ദേശം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേതും. അതിനേക്കാൾ വലിയ മെസ്സേജ് എന്താണ്? എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ് അല്ലേ? മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, നിയമം ഉണ്ടാക്കി. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിയമം ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ക്രൈസ്തവർക്കും കൂടി